വേദിയിലെയും സദസ്സിലെയും ബഹുമാനിയിലെ ഗുരുജനങ്ങളെ വന്ദനം. തൃശ്ശൂരിൻ്റെ വൃത്താന്തത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഓരോ ചരിത്രവും ഓരോ ദിക്കിനെയും സൂം ചെയ്യുന്ന ഒന്നതാണ്. നമ്മൾ മൊബൈലിലൊക്കെ സൂമിങ് ചെയ്യാറുണ്ട്. ചെറുതാക്കാനും പറ്റും, വലുതാക്കാനും പറ്റും. വലുതാക്കി നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ ഭാഗത്തെ നമ്മൾ സൂം ചെയ്യുമ്പോഴാണ് അതിലുള്ള എന്തെല്ലാം ഉണ്ടായിരുന്നു, അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. ഈ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തില് ഓരോ സ്ഥലത്തെയും ഉള്ള സൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, പ്രാദേശിക ചരിത്രങ്ങൾക്കാണ് ചരിത്രരചനയിലെ ഏറ്റവും പ്രാധാന്യം. ചരിത്രത്തിന്റെ വിൽപത്രങ്ങളാണ് സത്യം പറഞ്ഞാല് പ്രാദേശിക ചരിത്രങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആ പ്രാദേശിക ചരിത്രങ്ങൾക്ക് ആവോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അതിൽ തെറ്റുണ്ടാവുന്ന പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ചരിത്രം കണ്ടുപിടിക്കുന്നത്? ചരിത്രം കണ്ടുപിടിക്കുന്നത് പഴമൊഴികളിലൂടെ, ഇന്നത്തെ ഉള്ള അവസ്ഥകളിലൂടെ, അത് മറ്റു പലരും പറഞ്ഞു കേട്ടറിയുന്ന നാട്ടറിവുകളിലൂടെ, പഴയ അവശേഷിപ്പുകളിലൂടെ, ഇതൊക്കെയാണ് നമ്മൾ ചരിത്രത്തെ കണ്ടുപിടിക്കുന്നത്. പഴയ പാട്ടുകളിലൂടെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചരിത്രത്തെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഓരോ സ്ഥലത്തെയും ചരിത്രം, എല്ലാ ചരിത്രവും, ഇപ്പൊ കേരള ചരിത്രമായാലും ഇന്ത്യ ചരിത്രമായാലും ലോക ചരിത്രമായാലും രൂപപ്പെട്ടു വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഓരോ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഞാനങ്ങനെ ചരിത്രം എഴുതുന്ന ഒരാളായിരുന്നില്ല. എനിക്കൊരിക്കലും കമ്പം തോന്നിയപ്പോൾ ഞാൻ എഴുതിയതാണ്. കാരണം ഒരു കുട്ടിയുടെ ചരിത്രം ഞാൻ വായിച്ചു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലല്ല, വാരാന്ത പതിപ്പിൽ ഒരു കുട്ടി എഴുതിയിട്ട് ലോകചരിത്രം ഞാൻ വായിച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം അവന്റെ ഔട്ട്ലുക്കാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അല്ല ചരിത്രത്തിന്റെ രേഖകള് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനങ്ങൾ. നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് കുഴിച്ചെടുക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്തൂപം, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതിൽ നിന്നാണ് ചരിത്രത്തെ ഡെവലപ്പ് ചെയ്തത്. പണ്ട് കാലത്ത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് മണ്ണിനടിയിലാക്കിയിട്ടുള്ള സ്തൂപങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നു. പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ന രാജാവ് ഇങ്ങനെയായിരുന്നു, ഇന്ന രാജാവ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് ഇങ്ങനെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഞാനങ്ങനെ എൻ്റെ നാടിനെ പറ്റിയിട്ട് ചിന്തിച്ചപ്പോൾ എന്നിലുണ്ടായിരുന്ന പഴയ കണ്ടറിവുകളും പൂർവികരായിട്ടുള്ള അറിവുകളും ഒക്കെ ഉണ്ടാക്കിയപ്പോഴും തൃശ്ശൂരിനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന തൃശ്ശൂരിനെ ഒരു 250 വർഷം പിറകിലോട്ടൊന്ന് ചുരുക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല. അതാണ് തൃശ്ശൂരിന്റെ വേറെ മറ്റൊരു പ്രത്യേകത. 250 വർഷം പിറകിലേക്ക് പോകുമ്പോഴേക്കും തൃശ്ശൂരിന്റെ ചരിത്രം കഴിഞ്ഞു. ചരിത്രം കഴിഞ്ഞു എന്ന് പറഞ്ഞത് അവിടെ കാണുന്ന ഒന്നുമില്ല. അതായത് നമ്മളുടെ ശ്രീ വേണുഗോപാലിന്റെ പുസ്തകത്തിന് അദ്ദേഹം 2 ലഫ്റ്റനന്റുമാരെ നിയമിച്ചതായിട്ട് പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ. ഒരു വാർഡും കോണറും. അവര് എല്ലാ സ്ഥലത്തും നടന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്ക് തൃശ്ശൂരിനെ പറ്റി രേഖപ്പെടുത്തിയത് എന്താ കേൾക്കണം. ആകെ ഇവിടെ 4 ബിൽഡിങ്ങേ ഉള്ളൂ, പ്രധാനപ്പെട്ട ബിൽഡിംഗ്. ഒന്ന് വടക്കുനാഥൻ ക്ഷേത്രം, മറ്റൊന്ന് ബ്രഹ്മസ്വ മഠം, മറ്റൊന്ന് മാർത്താമറിയം പള്ളി, പിന്നെ കുറച്ച് വീടുകളും പണി തീരാത്ത ഒരു കോട്ടയും. ഇത്രയോ തൃശ്ശൂരുള്ളൂ. അല്ലാണ്ട് കച്ചവടം നടന്നതായിട്ടുള്ള യാതൊരു ബന്ധങ്ങളും തൃശ്ശൂർ ടൗണിലില്ല. തൃശ്ശൂർ ടൗണിൽ തന്നെ അന്നത്തെ തൃശ്ശൂരിലില്ല, തൃശ്ശൂർ പേരൂരിലില്ല. ഇതാണ് ഒരു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയുമാണ്. കാരണം
തൃശ്ശൂരിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നടന്നിരുന്നത് അതിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അന്വേഷിച്ചപ്പോഴോ അരണാട്ടുകരയായിരുന്നു തൃശ്ശൂരിന്റെ വാണിജ്യ കേന്ദ്രം. കാരണം അന്ന് ജലഗതാഗതത്തിലൂടെ മാത്രമാണ് ചരക്കുകളും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാറ്റിനും മധ്യമാണ്, കരയുടെ ഒരറ്റാണ് ഈ അരണാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോ ഇപ്പൊ നമുക്ക് പോയി കഴിഞ്ഞത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് എഴുതേണ്ടി വന്നത്. അന്ന് കായലുകളിലൂടെയായിരുന്നു സഞ്ചാരം. കായലുകളിലൂടെ നമ്മള് ഇപ്പോ മനക്കൊടിക്കായലിന്റെ ഒരു ഭാഗമായിരുന്നു അരണാട്ടുകരയുടെ കടവ്. ഒരു ഉൾനാടൻ തുറമുഖമായിരുന്നത് അരണാട്ടുകര. ഇന്നിപ്പോ നമുക്ക് പോയി കാണാൻ പറ്റില്ല. നമ്മള് അരണാട്ടുകര പള്ളിയുടെ മുമ്പിലൂടെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒടുകരയ്ക്ക് കയറുന്ന ആ വശത്ത് ആയിരുന്നു ശരിക്കും ആ മുഴുവൻ കടവ് അന്നത്തെ ഈ സഞ്ചാരങ്ങൾ നടത്തിയുള്ള സ്ഥലമായിരുന്നു. ഈ പള്ളിയും അതിന്റെ ആ പ്രാന്തപ്രദേശങ്ങളും മുഴുവൻ അന്നത്തെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. അല്പം കൂടി പുറകിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് അറകളായിരുന്നു. അവിടെ ഉപ്പറകളായിരുന്നു. ഉപ്പായിരുന്നു ശേഖരിച്ചത്. നമ്മൾ വിചാരിക്കും എന്തിനും ഇത്ര ഉപ്പ് ശേഖരിച്ചു നോക്കണത് അറകളില്. ഉപ്പ് ശേഖരിക്കാൻ കാരണം പണ്ട് കാലത്ത് ഉപ്പിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം മത്സ്യം സംരക്ഷിക്കാനും മാംസം സംരക്ഷിക്കാനും ഒക്കെ അന്ന് ഫ്രിഡ്ജൊന്നുമില്ല, തണുപ്പ് ചെയ്യാനുള്ള ഒന്നുമില്ല നമ്മുടെ കയ്യില്. അപ്പൊ ഉപ്പ് വെതറിയിട്ടുള്ള സംവിധാനങ്ങളായിരുന്നു അന്ന്. ഇപ്പൊ നമ്മളും നമ്മളുടെ ചെറുപ്പം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ടൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മീനൊക്കെ തലേ ദിവസം വാള ഇതൊക്കെ മീൻ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിരുമ്മി അങ്ങ് വെക്കും പിറ്റേ ദിവസത്തേക്ക്. വേറെ സൂക്ഷിക്കാൻ വേറെ മാർഗമില്ല. അപ്പൊ ഉപ്പിന്റെ പ്രാധാന്യം അന്ന് വളരെയേറെയാണ്. അങ്ങനെ അറകളുടെ നാടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരണാട്ടുകര എന്നുള്ളത്. അതുകൊണ്ടാണ് അതിൽ നിന്നാണ് അറനാടിൽ നിന്നാണ് അരനാട് വന്ന് അരനാട്ടുകര എന്ന് പറഞ്ഞെന്നുള്ളതാണ് ഒരു ഭാഷ്യം. അന്ന് ഇതുപോലെ തന്നെ ഉപ്പ് ഇവിടെയൊന്നുമില്ല. കോഴിക്കോട് പോയി അവിടുത്തെ ഉപ്പളകളിൽ നിന്നാണ് ഉപ്പ് ശേഖരിച്ചു കൊണ്ടുവന്നവര് ഇതിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ സകല സാധനങ്ങളും സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലം. ഈ ഇതിൽ നിന്നുള്ള ഈ കായലിന്റെ ഈ വഴിയിലൂടെ എല്ലാ സ്ഥലത്തേക്കും ചെന്നെത്തിയിരുന്നു ചരക്കുകൾ. ചരക്ക് ഗതാഗതത്തിന്റെ ഇത് പണ്ടൊക്കെ നമ്മൾ പറയില്ലേ, കോയമ്പത്തൂർ എന്നൊക്കെ പറയില്ലേ, ഉറങ്ങാത്തൊരു നഗരം എന്ന് പറഞ്ഞോണം. അന്ന് കച്ചവടത്തിന്റെ ഉറങ്ങാത്തൊരു നഗരമായിരുന്നു അരണാട്ടുകര. പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. ഇപ്പൊ അത് യാതൊരു തെളിവും ഇല്ല. കാരണം അതൊക്കെ അങ്ങ് അടഞ്ഞ് വിസ്മൃതമായി പോയിരിക്കും. നമ്മളിപ്പോഴും പലരും തൃശ്ശൂർക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടൊക്കെ തൃശ്ശൂർക്കാരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നമ്മുടെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? അപ്പൊ ഒന്നൊക്കെ പറയും, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിക്കുളം. അറിയണവര് പറയും വഞ്ചിക്കുളം. വഞ്ചിക്കുളമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 200 വർഷമായിട്ടില്ല വഞ്ചിക്കുളത്തിന്റെ. അതിനു മുമ്പ് എത്രയോ മുമ്പ് കച്ചവടം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പോലും ചരക്കുകൾ മലഞ്ചരക്കുകൾ വന്ന് വിൽപ്പന നടത്തിയിരുന്നത് ഇവിടെയും. അതുപോലെ ഇവിടെ നിന്ന് കയറ്റിപ്പോയിരുന്നത് കൊച്ചിക്കും കോഴിക്കോട്ടയ്ക്കും കൊടുങ്ങല്ലൂർക്കും ഒക്കെ കയറ്റിപ്പോയിരുന്നത് അരണാട്ടുകര തുറമുഖത്താണ്. പോർച്ചുഗീസുകാരുടെ അവരുടെ പുരാവസ്തു വകുപ്പിലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചേറ്റുവയും അരണാട്ടുകരയുമായിരുന്നു അന്നത്തെ സാമ്പത്തിക ലാഭമുള്ള തുറമുഖങ്ങൾ. എഴുതി വെച്ചിട്ടുണ്ട് അവര്. ഒരു പയസ് മാലങ്കണ്ടത്തുന്ന ഒരാളുടെ കുറിപ്പില്ലത് കാണാൻ. അങ്ങനെ ഓരോ ഇതിലും ഇതുപോലെ തന്നെ ചരക്ക് ഗതാഗതം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും നമുക്ക് അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനുള്ള പാതകളുണ്ട്. ഇപ്പൊ മനക്കൊടിക്കായല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏനാമാവ് കായല്, അത് കഴിഞ്ഞ് ചേറ്റുവ. ഇതിൽ നിന്ന് നേരെ അങ്ങ് ആ വഴിക്കാണ് പോകുന്നത്. അത് വലിപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുത്തൻചാലുണ്ട്. ആ പുത്തൻചാലിലൂടെ അല്ലെങ്കിൽ പുത്തൻ തോട് വഴി നമുക്ക് കരുവന്നൂര് ഇതിലേക്ക് കിടക്കാൻ പറ്റും. അവിടെ നിന്ന് ഇതുപോലെ തന്നെ നമുക്ക് കൊടുങ്ങല്ലൂരിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. നമുക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെ വളരെ വീതിയിലും അതുപോലെ തന്നെ ജലഗതാഗതത്തിന് പറ്റിയിട്ടുള്ള മാർഗങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടോ നമ്മുടെ ഭരണാധികാരികള് അതിനെ വിസ്മരിച്ചു കളയാണ്. വിസ്മരിക്കാൻ കാരണമൊന്നുമല്ല, ഇതൊക്കെ പലയിടത്തും കയ്യേറ്റം ചെയ്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, കുറുകിപ്പോയിരിക്കുന്നു. ഞാൻ കുറച്ചു നാൾ മുൻപ് റിട്ടയർ ചെയ്തിട്ട് 2015 ഞാൻ ന്യൂസ് റിപ്പോർട്ടറിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് പേരണ്ടൂർ കനാലിനെ കുറിച്ചിട്ട് ഞാനൊരു സർവേ നടത്താൻ വേണ്ടി പോയി. നടത്തി വന്നപ്പോൾ 30 അടിയോളം വീതിയുള്ളതാണ് ഈ പേരണ്ടൂർ കനാല്. നെഹ്റു സ്റ്റേഡിയത്തിനോട് തുടങ്ങുന്നതാണ്, എറണാകുളത്ത് നോർത്തിലെ. പോയി 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 കുറച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കൊതിക്കല്ലുകളൊക്കെ ഉണ്ട്. കൊച്ചി തിരുവിതാംകൂർ കല്ല്, കൊതിക്കല്ല്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പിന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 6 അടി കഷ്ടിയുള്ളൂ. ആ 6 അടിയില് അപ്പുറപ്പുറം കല്ല് വെച്ചിട്ടൊരു ആട്ടും കൂടി വെച്ചിരിക്കും. കാരണം അത് അവരുടെ സ്ഥലമാണെന്ന്, ചാലില്ല, ത്രൂ ചാലുള്ളതാണ്. അങ്ങനെ ഓരോ ചാലുകളും കയ്യേറ്റം ചെയ്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് പൊതുവെ ആ ജലപാതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട്. ഞാൻ നാളിപ്പോ ഇവിടെ വഞ്ചിക്കുളത്തൊരു മീറ്റ് ഉണ്ടായപ്പോൾ പോയിപ്പോ പറഞ്ഞു, ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അപ്പോ നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞത് ഇന്നത്തെ കാലത്തിന് പറ്റിയതല്ല. എന്ത് ഇന്നത്തെ കാലത്തിന് പറ്റിയതല്ല? ഇന്നത്തെ കാലത്ത് വിദേശങ്ങളിൽ പലയിടത്തും വാട്ടർ മെട്രോ, സ്പീഡ് ബോട്ടുകള് ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന കാലമാണ്. അതൊന്നും പഠിക്കാതെ ഈ പറയുന്നത് എന്താ കാലത്ത് പറ്റിയതല്ല. ഇന്ന് നമ്മൾ വീതി കൂടിയിട്ടുള്ള 6 വരിപ്പാതയിലൊക്കെ കയറിയിട്ട് എത്ര ദൂരം പോകാൻ പറ്റുന്നുണ്ട് നമുക്ക്? അപ്പോഴേക്കും ബ്ലോക്കായി, 1 മണിക്കൂർ 2 മണിക്കൂർ അവിടെ കിടന്നു. ഇതിനൊരു ബൈവേ നമുക്ക് പറ്റില്ലേ? ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. BS വാർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അരനാട്ടുകര കടവിൽ നിന്ന് കയറി രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞ് കൊടുങ്ങല്ലൂര് ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 4 മണിയാകുമ്പോഴേക്കും ആള് കൊച്ചിയിലെത്തി എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്താ പറയുന്നത്. അന്നത് പറ്റി. ഇന്ന് നമുക്ക് സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. അതുപോലെ വാട്ടർ മെട്രോകൾ ചെയ്യാൻ പറ്റും. നിശ്ചിത പാതകളില് തിരുവനന്തപുരം തൊട്ട് നമ്മുടെ കന്യാകുമാരി തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പാത നമുക്കുണ്ട്. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കേ, തൃശ്ശൂർ ജില്ലയിലേക്ക് വരിക. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോഴേക്കും കായലും കടലും പാരലായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചേറ്റുവ മുതലേ കൊടുങ്ങല്ലൂര് വരെയുള്ളത് ഒരു വശത്ത് കടലും ഇടയ്ക്കും ഭൂമിയും ഇടയ്ക്ക് കായലുമായിട്ട്. ആ ഭൂമിനെ നമ്മൾ പറയുന്ന പേരാണ് മണപ്പുറം എന്ന് പറയും. നമ്മളൊക്കെ പറയാറുണ്ട് മണപ്പുറത്ത് എന്ന് പറയും. ആ ഇടയ്ക്കുള്ള ഭൂമിയാണ്. കായലിന്റെയും കടലിന്റെയും ഇടയ്ക്കുള്ള ഭൂമിയാണ് ഈ മണപ്പുറം. ഈ പാത ചേറ്റുവയിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇപ്പോഴും ഉണ്ട് ഈ പാത, നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമ്മളുടെ. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെയുള്ള മാർഗങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വളരെ കഷ്ടമായിട്ട് തരുന്ന മന്ത്രി PJ ജോസഫ് ജലസേചന മന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കലുപോലെ തന്നെ അദ്ദേഹം ഫയലുകളൊക്കെ തപ്പിയെടുത്തിട്ട് കേരളത്തിലത്തെ ജലപാതകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഞാൻ വളരെ സന്തോഷിച്ചു. ഞങ്ങൾക്കത് നോക്കുന്ന സമയമായിരുന്നു. എന്തായാലും ബുദ്ധി തോന്നിയില്ലോ എന്ന് വിചാരിച്ചു. എവിടെ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ ഫയല് മടക്കി വെച്ചു. അതുകൊണ്ടേ ഒന്നും ചെയ്തില്ല. എത്രയോ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ശരിക്കും ഇത്. ഇന്ന് ഈ റോഡുകളെ പോലെ സ്ഥിരമായിട്ടുള്ള സംരക്ഷണം വേണ്ട. ഇതെന്താണ്? റോഡ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അത് നാശോന്മുഖമായി. കാരണം എന്താണ്? വിദേശത്തിന്റെ ഈച്ചക്കോപ്പി എടുത്താണ് നമ്മളിവിടെ റോഡുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ കുറ്റം പറയുന്നതല്ല. അന്ന് ദുബായില് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള അതേ റോഡിന്റെ കോപ്പി എടുത്ത് നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? അവിടെ അവർക്ക് മഴയില്ല, ഒന്നുമില്ല, വെള്ളം പോകാനുള്ള ഒലിച്ചു പോകാനുള്ള ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ ഹൈവേകൾ നോക്കി, ഉയരത്തിലൂടെ ഇങ്ങനെ വിശാലമായിട്ട് 6 വരിപ്പാതകൾ ഇങ്ങനെ പോണ്. വെള്ളം പോകാനുള്ള വകുപ്പൊന്നുമില്ല. മഴ പെയ്താ പോയി, ആകെ ചളി പിളി. എങ്ങനെ പോവും യാത്ര? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡ്രെയിൻ ചെയ്യും. അവർക്ക് ഇതുപോലെ ചില കാനകളൊന്നുമില്ല. അവര് ഡ്രെയിൻ ചെയ്ത് സക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. അന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഗൾഫിലും ഇതുപോലെ തന്നെ മഴയുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ അങ്ങനെ ഈ യാത്രാ സൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനും ശരിക്കും കൂടുതലും ആശ്രയിച്ചിരുന്നത് അന്ന് കായലിനെയായി.
കായൽ പാതകളായിരുന്നു അന്നുണ്ടായിരുന്നു. വളരെ ഡെപ്തിലുള്ള ഇതിലായിരുന്നു കേവഞ്ചികളും അതുപോലെ പത്തേമാരികളും ഇതൊക്കെ ചരക്ക് കയറ്റിയിട്ട് പോകുമായിരുന്നു. കോഴിക്കോട്ടേക്ക് പോവും, കൊടുങ്ങല്ലൂർക്ക് പോവും, അതുപോലെ തന്നെ കൊച്ചിക്ക് പോവും. ഇതൊക്കെ സുഖമായിട്ടുള്ള യാത്രകളായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അതെല്ലാ ചരക്കുകളും പേനാമാവിൽ നിന്നുള്ള വെളിച്ചെണ്ണ, കൊപ്ര സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കും. ഇവിടെ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള എള്ള്, അവിടുത്തെ ഇതിലുള്ള എണ്ണ ഇതൊക്കെ കയറ്റി വരും. ഇവിടെ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്കുകളൊക്കെ കാളവണ്ടികളിൽ കൂറ്റം കാളകളുണ്ട്. ഈ രജമിട്ട് കാളകൾ കണ്ടൊരു കാളകളുണ്ട്, ഉയരത്തിൽ ഇങ്ങനെ പൂഞ്ഞക്കെട്ടുകളൊക്കെ ആയിട്ട് വലിയ കാള. ആ കാളകൾ വലിച്ചെത്തുന്ന വണ്ടികളെ കൊണ്ട് നിറവായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ ഇതിനെ മാറ്റി വഞ്ചിക്കുളത്തേക്ക് വന്ന സമയത്താണ് എൻ്റെയൊക്കെ ചെറുപ്പം. അപ്പൊ ഞാൻ ഈ പൂത്തോട് വശത്തേക്കൊക്കെ വരുമ്പോഴേക്കും കാണാം കാളകളുടെ കേന്ദ്രമാണ് ശരിക്കും അവിടെയൊക്കെ. കാളവണ്ടികളിട്ട് കാളനെ കഴിച്ചു കെട്ടിയിട്ടുണ്ട്. നമുക്ക് കാളയുടെ സൈഡിലൊക്കെ പോകാൻ പറ്റിയ വാലെടുത്തടിക്കും, വാല് കൊണ്ട് വെറുതെ ഇങ്ങനെ വീശിയടിക്കും. അന്ന് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ശരി. അപ്പോ ഇങ്ങനെ വളരെ സജീവവും സമ്പന്നവുമായിട്ട് നടന്നിരുന്ന ഒരു ഇതായിരുന്നു തൃശ്ശൂരിന്റെ പോർട്ടായിട്ട് നടന്നിരുന്നതായിരുന്നു നമ്മുടെ അരുണാട്ടുകര സ്ഥലം. പിന്നീട് അത് മാറ്റാൻ കാരണം റെയിൽവേക്ക് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് ചാല് വെട്ടി ഇവിടെ മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ചരക്ക് ഗതാഗതം നേരെ പുത്തൻതോട് വഴിക്ക് കരുവന്നൂർ ഭാഗത്തേക്ക് വിടുകയാണ് ചെയ്തത്. കരുവന്നൂർ പുഴയിൽ ചെന്ന് ലയിക്കുകയാണ് ചെയ്തത്. കരാഞ്ചിറ തോടിലേക്ക് ചെന്ന് ലയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ അരുണാട്ടുകരയുടെ മുഖം അടഞ്ഞു പോവുകയും മണൽപ്പരപ്പായിട്ട് അവിടെ ഇങ്ങനെ ഇടുകയാണ് ചെയ്തത്. ആ മണലൊക്കെ പിന്നീട് മണൽ മാഫികളൊക്കെ വിറ്റഴിച്ചു. പിന്നെ ഇപ്പൊ ഇന്നത്തെ കാണുന്ന തരത്തിലുള്ള അവസ്ഥയുണ്ട്. ഇന്ന് അവന്റെ അവശേഷിപ്പായിട്ട് ആകെ തൃശ്ശൂരിന്റെ പഴയൊരു പോർട്ടിന്റെ അവശേഷിപ്പ് എന്നുള്ളത് അവിടെയുള്ള ഒരു മുനിസിപ്പൽ കുളം മാത്രമാണ്. പഴയ നമ്മുടെ തൃശ്ശൂരിന്റെ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ചു നാളത്തെ ചരിത്രമല്ല, പണ്ടുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. നമുക്കൊക്കെ തൃശ്ശൂരിന്റെ ഞാൻ പറഞ്ഞില്ല നേരത്തെയുള്ള സൂമിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് ഒരു 15-ാം നൂറ്റാണ്ട് തൊട്ട് ഇപ്പുറത്തേക്കുള്ളതാണ്. പിറകോട്ടേക്കുള്ളതല്ല, പിറകോട്ടുള്ളതാണ് ചരിത്രം. നമ്മൾ എത്രത്തോളം പിറകോട്ട് പോകുന്നുവോ അത്രത്തോളം ചരിത്രം വികസിച്ച് കിട്ടും. അങ്ങനെയുള്ള ചരിത്രം വളരെ കുറവാണ്. ഇപ്പോ നമ്മള് മ്യൂസിയത്തിലൊക്കെ പോയി, ഞാൻ ഇവിടെ തൃശ്ശൂർ മ്യൂസിയത്തിൽ നാളെ ഒരിക്കൽ പോയി. അടുത്ത പുതുക്കിയപ്പോ ഞാൻ ഒന്ന് പോയി. പുതുക്കിയപ്പോ അവിടെ മാക്സിമം പിറകോട്ട് പോയിട്ടുള്ളത് 10ാം ദശകത്തിലേക്കുള്ള ഇതാണ്. 10ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രഭാഗം അവിടെ ഉള്ളൂ നമ്മളുടെ തൃശ്ശൂരിനെ പറ്റിയിട്ടുള്ളത്. അതും മതിലകത്തെ ഒരു എഴുത്താണ്, ചിത്രലിപിയിലുള്ള ഒരു എഴുത്താണ്. എഴുത്ത് മാത്രം നമുക്ക് അറിയുള്ളൂ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ സാധാരണ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 10ാം ദശകത്തിലത്തേന്ന്. എന്താ എഴുതി വെച്ചാൽ നമുക്ക് അറിയൂ. എന്താ കാരണം? ചിത്രലിപി നമ്മൾ പഠിച്ചിട്ടില്ല. ചിത്രലിപി നമ്മുടെ സിലബസിലില്ല. ചിത്രലിപി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അടുത്ത കാലത്ത് യൂറോപ്പില് പോയി. യൂറോപ്പിലെ റോമിൽ അവിടെ മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ കാണണം, ചിത്രങ്ങൾ കാണണം. ശരി, ഇതൊക്കെ ചിത്രലിപിയിലുള്ളത് എല്ലായിടത്തും ഉണ്ട്. നമ്മള് ഇതൊക്കെ വായിക്കണമെങ്കിലും അത് പഠിക്കണമെങ്കിലും ചിത്രലിപി ചെറുപ്പം മുതലേ പഠിക്കണം. ഇന്ന് വായിക്കാൻ അറിവുള്ളവരാരുമില്ല ചിത്രലിപിയില്, ഒരാൾ പോലും ഇല്ല. വെറുതെ ഇങ്ങനെ വരച്ചിട്ടുള്ളതൊക്കെ കാണാമെന്നല്ലാണ്ട് ഒന്നും പറ്റില്ല. നമ്മൾ ഇടയ്ക്കൽ ഗുഹയിൽ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ ചിത്രലിപികളിലാണ് എഴുതി വെച്ചോക്കണത്. എന്താണോ അവിടെ എഴുതി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. ചിത്രലിപി അറിയില്ല. ആ ചിത്രലിപി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിക്കില്ല. എന്നാൽ നമുക്ക് അധ്യാപകരുണ്ട്, ചിത്രകല പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. പൂച്ചയുടെ പടവും പൂവിന്റെ പടവും മാന്റെ പടവും ഒക്കെ വരയ്ക്കാൻ പഠിക്കാൻ പറ്റും. അതല്ല ചിത്രകല പഠിക്കേണ്ടത്. ചിത്രലിപി പഠിച്ചു നമ്മൾ പോകണം. എങ്കിൽ മാത്രമാണ് അതാണ് വിദ്യാഭ്യാസം. എങ്കിൽ മാത്രമാണ് ചരിത്രം നമുക്ക് മുന്നിൽ തുറക്കുകയുള്ളൂ. അങ്ങനെ തുറക്കണം. അപ്പോഴാണ് നമുക്ക് പിറകിലോട്ട് പോവാൻ പറ്റുള്ളൂ. ഇതില് നമ്മളുടെ ചരിത്രം പിറകോട്ട് പോയി നോക്കുകയാണ്. ഞാനെപ്പോഴും ചരിത്രത്തെ മിനിമം സംഘകാലം തൊട്ട് ഇങ്ങനെ പിറകോട്ട് നയിക്കുന്ന ആളാണ്. ഞാൻ അരുണാട്ടുകര ഇതായപ്പോഴും ഞാൻ പിന്നെ പിറകോട്ടൊന്ന് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പിറകോട്ടുള്ള കാര്യം എന്നുള്ളത്. നമ്മുടെ ചരിത്രത്തിന്റെ തൃശ്ശൂരിന്റെ ചരിത്രം പിറകോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ട് ഈ ഇതൊക്കെ ഉണ്ടെങ്കിലും പോർട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് കേരളത്തിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മുസിരീസ് എന്ന് പറയുന്ന ഇതായിരുന്നു. ശരി,
അപ്പോ അന്ന് കാലത്ത് 1-ാം നൂറ്റാണ്ടിലൊക്കെ നടന്നിരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലെ BC 1000-ലാണ് ഇവിടെ ജൂതന്മാരുടെ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാര് റെഡ് ജ്യൂസ് അല്ല സോറി റെഡ് അല്ല ബ്ലാക്ക് അല്ല റെഡ് ജ്യൂസ് എന്നുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ. അവര് ബാബിലോണിയെന്ന് വിഘടിച്ചു പോകുന്നവരാണ് ശരിക്കും ഇവിടെ വന്നത്. അവിടെ എന്താണ് പേര് മറന്നുപോയി, നെബുച്ചാദ്നസർ എന്ന് പറയുന്ന ഒരു ജൂബൈറ്ററിന്റെ മർദ്ദനം കൊണ്ട് അയാൾ ജെറൂസലം ദേവാലയമൊക്കെ പൊളിച്ചു കളഞ്ഞ സമയത്ത് അവിടെ നിന്ന് കുടിയേറിയിട്ടുള്ള ഒരു വിഭാഗം വന്നു. കുടിയേറി അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഈ ബംഗ്ലാദേശുകാർ പോയാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോകണോ, അങ്ങനെ ഒരു വിഭാഗം കുറച്ചുകൂടി പോയി അവര് കേരളത്തിലേക്ക് പോന്നു. അപ്പൊ കേരളത്തിലേക്ക് പോരാൻ എന്താ കാരണം? നമ്മൾ കേരളത്തിൽ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ആരെങ്കിലും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോ കേരളത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം കേരളവുമായിട്ട് അവർക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. അത് അവരുടെ പഴയ ഈ കച്ചവട ബന്ധമായിരുന്നു എന്നുള്ളതാണ് ശരിക്കും. അങ്ങനെയാണ് കേരളത്തില് അവർക്ക് സ്ഥാനം കിട്ടിയത്. അങ്ങനെയാണ് അഞ്ചുവണ്ണം എന്ന് പറയുന്ന ഒരു കച്ചവട സംഘമായിട്ട് 2 സംഘങ്ങളായിരുന്നു കേരള ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഒന്ന് അഞ്ചുവണ്ണവും മറ്റൊന്ന് മണിഗ്രാമവും. മണിഗ്രാമം സുറിയാനി ക്രിസ്ത്യാനികൾ കൈകാര്യം ചെയ്തായിരുന്നു. 5 ഗ്രാമം 5 വണ്ണം ജ്യൂസ് അല്ലെങ്കിൽ ജൂതന്മാര് കൈകാര്യം ചെയ്തായിരുന്നു. അവരുടെ ആയിരുന്നു ശരിക്കും. അവരായിരുന്നു ഇതിന് ക്രയം ചെയ്തിരുന്ന ആദ്യമകാലം. ഞാൻ ഇതിന്റെ രസത്തിൽ ഞാൻ ആദ്യം തൃശ്ശൂരിന്റെ പഠനം തന്നെ പഠിക്കുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ ആദ്യം കച്ചവടത്തിന് വന്നവർ ആരെന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ പരിശോധിച്ചപ്പോൾ കേരളത്തിലേക്കും ആദ്യമായിട്ട് കച്ചവടം നടത്താൻ വന്നവരെ ഈജിപ്തുകാരാണ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടത്തിന്. അതിനുശേഷമാണ് ചൈനക്കാർ വന്നിട്ടുള്ളൂ. അത് സമുദ്രായന രംഗത്ത് ആദ്യം തുടക്കം കുറിച്ചതും ഈജിപ്തുകാരാണ്. ആണ് അതിന്റെ രസം. വേറെ രസം, ഈജിപ്തില് ആണ് ബോട്ട് ഇതൊക്കെ ഉണ്ടാക്കി അവര് സമുദ്രായന രംഗത്തേക്ക് കയറാൻ തുടങ്ങി. നൈൽ നദിയില് അവര് ഇതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ചർമ്മവും അതുപോലെ തന്നെ ചൂരലും ചകിരി ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ ശരിക്ക് ഉണ്ടാക്കി ചർമ്മം കൊണ്ട് പൊതിഞ്ഞിട്ടാണ് അവർ ചെയ്തിരുന്നത്. ബെല്ലോസ് പോലെയുള്ള ചില ഇത് വെച്ചിട്ട് ഇങ്ങനെ എയർ പിടിച്ച് തള്ളാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോ അത് ഉപയോഗിച്ചിട്ട് അവര് നൈൽ നദിയില് ബോട്ട് ഇറക്കിയിരുന്നു. അങ്ങനെ ബോട്ട് ഇറക്കി അവര് അവിടെ നിന്ന് കേരളത്തിലേക്ക് മലഞ്ചരക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും താല്പര്യം. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർക്ക് ഏറ്റവും വിഘാതമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ വെസ്റ്റേൺ കാറ്റായിരുന്നു. അവിടെ നിന്ന് വരുമ്പോ ഈ കാറ്റ്, ശക്തിയായിട്ടുള്ള കാറ്റ് ഈ കപ്പലിനൊക്കെ മറിച്ചിട്ട് കളയും. ആ ഷിപ്പ് അങ്ങനെ പോകും. എത്ര പ്രാവശ്യം നമ്മൾ വന്നാലും അത്ര പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഹിപ്പോലറ്റസ് എന്ന് പറയുന്ന ഒരു നാവികൻ, ഒരു ഈജിപ്ഷ്യൻ നാവിഗേറ്റർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി പഠനം നടത്തി. ഇന്നത്തെ പോലെ പഠനമല്ല, അന്ന് കോമ്പസ് ഇല്ല, മറ്റുള്ള ഉപകരണങ്ങളൊന്നുമില്ല. ഇതിന്റെ ദിശ നിർണ്ണയിക്കാനോ രാജ്യങ്ങളുടെ ഇതാക്കാനുള്ള മാപ്പുകളോ ഒന്നും ലഭ്യമല്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്ത് ഇയാള് അതിനെപ്പറ്റി പഠനം നടത്തി ഇയാള് കണ്ടുപിടിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ മൺസൂൺ കാറ്റ് 6 മാസം ഒരു ഡയറക്ഷനിലും, അപ്പൊ വെസ്റ്റേണിലേക്കാണെങ്കിൽ 6 മാസം വെസ്റ്റേൺ വിൻഡായിട്ട് പോവും. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വിൻഡ്. 6 മാസം വരും. ഇത് കണ്ടുപിടിച്ചതോടിയിട്ട് ആളതിന്റെ സാമ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് കപ്പലിറക്കി 40 ദിവസം കൊണ്ട് നേരെ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി. ഹിപ്പോലറ്റസ് എന്ന് പറയുന്ന ഈ നാവിഗേറ്റർ, അയാളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രായന രംഗത്ത് ആദ്യമായിട്ട് ഇവിടെ ഇന്ത്യ കണ്ടിട്ടുള്ള വിദേശി. അതിനൊക്കെ ശേഷമാണ് വാസ്കോഡിഗാമിയൊക്കെ വന്നത്. ഇവരുടെ മാർഗങ്ങളൊക്കെ അടഞ്ഞപ്പോഴാണ് വാസ്കോഡിഗാമിയൊക്കെ കപ്പലെടുത്തിട്ട് കപ്പലിറക്കിയത്. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില്
ആദ്യം ഒരു വന്ന് ട്രേഡിങ് നടത്തി കഴിഞ്ഞപ്പോഴ് അന്ന് റോമ സാമ്രാജ്യം ഉള്ള സമയമാണ്. റോമിലെ അഗസ്റ്റസ് സീസറും അതിന്റെ പ്രതാപകാരാണ് ശരിക്കും. അവര് ഇത് ഏറ്റുപിടിച്ചിട്ട് അവര് കപ്പലുമായിട്ട് വന്ന് അവര് നമ്മുടെ കൊടുങ്ങല്ലൂര് ഒന്നിറങ്ങി. അന്നത്തെ മുസിരീസിൽ ഇറങ്ങി. മുസിരീസ് എന്നുള്ള പേര് തന്നെ റോമക്കാരുടെയാണ്. റോമക്കാരുടെ പേരാണ് മുസിരീസ്. നമ്മൾ അന്നൊക്കെ ക്രാങ്കന്നൂര്, അതുപോലെ തന്നെ വഞ്ചി എന്നുള്ള പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. പഴയ ഇതിലൊക്കെ വഞ്ചി, തിരുവഞ്ചിക്കുളം അല്ലെങ്കിൽ വഞ്ചി എന്നുള്ള പേരിലാണ് ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നത്. മുസരീസ് എന്നുള്ള പേരിട്ടത് റോമക്കാരാണ്. റോമക്കാരുടെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കച്ചവടത്തിന്റെ എല്ലാ അടച്ചുകൊണ്ട് തന്നെ അവര് കച്ചവടം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈസ്റ്റേൺ ഭാഗത്തുള്ള എല്ലാ കച്ചവടത്തിന്റെയും ടെൻഡേഴ്സ് ഈ ഇവർക്കായിരുന്നു, നമ്മുടെ റോമക്കാർക്ക്, റോമൻ ട്രേഡ്. അവർക്ക് എന്തിനു വേണ്ടിയിട്ട് അവിടെ ഒരു ചർച്ച് പോലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഒരു ടെമ്പിള്, ഈ റോമൻ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞിരുന്നത് യവനപുരി എന്നുള്ളതിലാണ് പറയുന്നത്. യവനപുരി എന്നുള്ള ഒരു പേരിലാണ് ഈ അവരുടെ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതിനെ ചുറ്റിയിട്ടുള്ള ഒരു 2 കോറ് ബറ്റാലിയൻ റോമൻ പട്ടാളക്കാര് അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഈ യവനപുരിയിൽ. അങ്ങനെയാണ് അവര് ഇത് നടത്തിയത്. എല്ലാ സ്ഥലങ്ങളിലെത്തിയും സാധനങ്ങള് അവര് വാങ്ങി, ഇവിടുന്നുള്ള ഈസ്റ്റേൺ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് അവര് നേരെ അവിടേക്ക് കൊണ്ടുപോയിട്ട് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലേക്കൊക്കെ വിരുട്ടുന്നവരായിരുന്നു. ഇവർക്കായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ഇതുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നത് പഴയ ഇതെന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്രേഡിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനുശേഷം ചൈനക്കാർ, 1-ാം നൂറ്റാണ്ടിലെ കൂടി ചൈനക്കാർ വന്നതായിട്ട് എന്താണ് പൗക്കോ എന്ന് പറയുന്ന ഒരു ചരിത്രകാരനും റൈറ്ററൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൂടെ വന്ന കാര്യങ്ങളൊക്കെ അയാളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചൈന അന്ന് നിർമ്മിച്ചിരുന്നത് ചൈനീസ് ചെങ്കുകളും പട്ടുവസ്ത്രങ്ങളുമായിരുന്നു. പട്ടായിരുന്നു, ചീനപ്പട്ടായിരുന്നു ശരിക്കും അവർക്ക് വിൽക്കാനുണ്ടായിരുന്നു. ഈ ചീനപ്പട്ടൊക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ വിദേശത്തേക്കും പോലും കയറ്റി അയച്ചിരുന്നത് നമ്മളുടെ ഈ ഇവിടുന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ചരിത്രപരമായിട്ടുള്ള നമ്മുടെ മേന്മയും ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞെങ്കിൽ കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ 25 മൈൽ അപ്പുറമുള്ള സ്ഥലമാണ്. നമ്മുടെ ഒരു സബർബാണ് നമ്മളുടെ തൃശ്ശൂർ നഗരം. അപ്പൊ ഇതിന്റെ കച്ചവടം മുഴുവൻ നടന്നിരുന്നത് കൊടുങ്ങല്ലൂരും പിന്നെയുള്ള കാര്യങ്ങളിൽ ചെറിയ ഉൾനാടൻ തുറമുഖങ്ങളുണ്ട്. ചേറ്റുവ, ഏനാമാവ്, മറ്റം, ചിറ്റാട്ടുകര ഇങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളിലും ബിസിനസ് നടന്നിരുന്നു. എല്ലായിടത്തും ചെന്നെത്താവുന്ന കൈവഴികളും അതുപോലെ തന്നെ ജലപാതകളും നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ ജലപാതകളൊക്കെ അടഞ്ഞു കളഞ്ഞു. തടി വ്യവസായം ആണെങ്കിലും ശരി, ഏതാണെങ്കിലും. റോമക്കാർക്കൊക്കെ അവിടെ പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് പെപ്പറായിരുന്നു. അതായത് കുരുമുളക്, പെപ്പർ ആൻഡ് പേൾ എന്നാണ് പറയുന്നത്. ശരിക്കും കുരുമുളകും അതുപോലെ തന്നെ പേളുമാണ് അവർക്ക് ആവശ്യമുള്ള 2 സാധനം. ഈ പേളിനെ ഷെയ്പ്പ് ചെയ്തിട്ട് കൂടുതലാക്കി കഴിഞ്ഞ് നല്ല വശ്യ ഭംഗി കൊടുത്തുകൊണ്ട്, അതിനെ വരച്ച് വശ്യ ഭംഗി കൊടുത്ത്, ആംഗിളൊക്കെ കൊടുത്ത് വശ്യ ഭംഗി കൊടുത്തുകൊണ്ട് അവർ കൊണ്ടുപോകും. അതായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഈ സാധനമാണ് ഏറ്റവും കയറ്റി അയച്ചിരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവര് അവിടേക്ക് പ്രധാനമായിട്ട് വരിക. ബാക്കി ഇതിന്റെ കൂടെയൊക്കെ പോകുന്നു മാത്രം. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ മാറിപ്പോയിരിക്കണം. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പോർച്ചുഗീസുകാര്, ഇംഗ്ലീഷുകാര് ഇവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇവരൊക്കെ വന്നിരുന്നത്. പോർച്ചുഗീസുകാര് വെറും കപ്പലായിട്ടാണ് വരിക എന്ന് പറയുന്നത്. ഇവിടുന്ന് മറച്ച് കപ്പലായിട്ടാണ് പോവുക. അങ്ങനെ പോകുമ്പോൾ അവർക്കും ബാധിച്ചിട്ടുണ്ട്. ഈ വാസ്കോ ഡി ഗാമ വന്നതിന് ശേഷം ഈ പറഞ്ഞോളം തന്നെ ഈ അവസ്ഥയുണ്ടായിരുന്നു. അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലിന്റെ കേവുഭാരം തീർക്കാൻ, കേവുഭാരം എന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ വെയിറ്റ് വേണം ശരിക്കും. കപ്പല് നേരിട്ട് കനലില്ലാത്തതാണെങ്കിൽ വെറും കാര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ശരിക്കും പാള മറക്കണമെങ്കിൽ മറക്കും കാറ്റ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പലിൽ ഇവര് പോർച്ചുഗീസുകാർ ചെയ്തിരുന്നത് ഒരു കൽക്കുരിശുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മതപരമായിട്ട് പറയുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ
ഇതില് ശരിക്കും ഈ കുരിശുകൾക്ക് ഈ പാറയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ പാറകളുണ്ട്, കുരിശുണ്ടാക്കാവുന്ന സ്കൾപ്ചേഴ്സും ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എങ്കിലും അവിടെ നിന്ന് കുരിശ് പോലെ വെട്ടിയിട്ട് റഫായിട്ടുള്ള കുരിശ് കൊണ്ട് ഇവിടെ വൻ വിലക്ക് വിൽക്കുകയായിരുന്നു ആര്? പോർച്ചുഗീസുകാർ. ഇംഗ്ലീഷുകാർ ചെയ്തിരുന്നത് അവര് ഉപ്പ് ചാക്കുകൾ അട്ടിയിടുകയായിരുന്നു. നമുക്കറിയാം, ചരിത്രം ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഉപ്പ് ചാക്കുകൾ അട്ടിയിട്ടിട്ടാ പോന്നിരുന്നവര് ഈ കേവുഭാരം ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവര് ഉപ്പിനെ ഇവിടെ നികുതി വെച്ചു, ഉപ്പ് നിർത്തി വെച്ചു, ഉപ്പ് ഉണ്ടാക്കല് പാടില്ല എന്ന് പറഞ്ഞു. അതിനെതിരെയായിട്ടാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. നമ്മൾ പല ചരിത്രത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. ഞാനൊക്കെ പഠിച്ചു വന്നപ്പോഴും എനിക്ക് മനസ്സിലായി. ഞാനൊന്നും സ്കൂളിലൊക്കെ ഈ ഉപ്പ് സത്യാഗ്രഹം ഒന്നും പഠിക്കുമ്പോൾ ഗാന്ധിജിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്നൊക്കെ അറിയാമല്ലാതെ കൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഇന്ന കാര്യമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലായിരുന്നു. കാരണം അതാണ്, അവരവിടെ നിന്ന് ഉപ്പ് ചാക്കുകൾ അട്ടിയിടുന്നതിന് വേണ്ടിയിട്ടാ. ഇവിടെ കൊണ്ടിട്ട് നല്ല ഉപ്പ് തരാനല്ല, ടാറ്റ ഉപ്പ് തരണം ഇവിടെ തരാനല്ല. അവര് അവിടുത്തെ കേവുഭാരം തേക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഉപ്പ് ചാക്കുകൾ അട്ടിയിട്ട് വന്നിരുന്നത്. ആ സാധനമാണ് ഇവിടെ വൻവിലയ്ക്ക് അവര് വിറ്റിരുന്നത്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ചില വസ്ത്രങ്ങളും കൊണ്ടിരുന്നു. ആ വസ്ത്രങ്ങൾക്ക് എതിരെയാണ് ഇവിടെ ഗാന്ധി ഖാദി ഉണ്ടാക്കിയത്. നൂലിനൊട്ട് ഖാദി നെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ശരി, അവരുടെ കോറ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് വൻവിലയ്ക്ക് ഇവിടെ വിറ്റഴിച്ചിരുന്നു ഇംഗ്ലീഷുകാർ. അപ്പൊ അന്നൊക്കെ ഈ വ്യവസായങ്ങളും വാണിജ്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും രാജാധികാരങ്ങളൊക്കെ അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുകയാണ്. ചിലൊക്കെ മിക്ക രാജാധികാരങ്ങളും നമ്മളുടേതായിട്ടുള്ള ഇവർക്കുള്ള മേന്മ കൊടുക്കൽ മാത്രമല്ല, അവരെ സംരക്ഷിക്കുക അങ്ങനെയുള്ളതാണ്. നമ്മുടെ ഒരു ഭരണാധികാരികളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ട് ജനനന്മ ഇച്ഛിച്ചു നിന്നിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ചരിത്രം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജന നന്മയോടെ ശരിക്ക് ജനഹിതമായിട്ട് എന്താ പറയാ ജനാധിപത്യപരമായിട്ട് നീങ്ങിയിട്ടുള്ള ഏക രാജാവ് നമ്മുടെ തൃശ്ശൂരിന്റെ ശക്തതമ്പുരാനാണ്. അറിയേണ്ടതാണ് നമ്മളത്. ഒരു രാജാവ് അങ്ങനെ ചെയ്തിട്ടില്ല. സാമൂതിരി കേരള ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാതായി. സാമൂതിരി എന്ത് ചെയ്തു? സാമൂതിരി അവസാനം എല്ലാത്തിൻ്റെയും നിധാനമായിട്ടുള്ള കുഞ്ഞാലി വരയ്ക്കാറെ പോർച്ചുഗീസുകാർക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ഉപ്പുമാങ്ങ വെട്ടിയിരുന്നോണം തല വെട്ടിയിട്ട് അവര് ഗോവയിൽ കൊണ്ടുപോയിട്ട് തല ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, എത്ര യുദ്ധങ്ങള് അവരോട് വൈദേശിക ശക്തിയോട് പടവെട്ടി നിന്നവരാണെന്നറിയോ? അവസാനം ഉറ്റുകൊടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തി എനിക്ക് കയ്യേൽപ്പിക്കുകയും ചെയ്തു. അവിടെ അതുപോലെ തന്നെ തിരുവിതാംകൂർ എങ്ങനെയാ വേലിത്തമ്പി തളവയെ ഇതേപോലെ തന്നെ കൈയൊഴിയുകയും ചെയ്തു. നമ്മുടെ മനുഷ്യനിക്ക് ഗുണം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ശരിക്കും ചെയ്യേണ്ടത്, അത് ചെയ്തിട്ടില്ല ഇവരും. തൃശ്ശൂരും ഒരു പരിധി വരെ, അല്ല തൃശ്ശൂരല്ല കൊച്ചിയിലും ഒരു പരിധി വരെ. അവസാനം പാലിയത്തച്ഛനെ ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് തള്ളി മദ്രാസിലേക്ക് വിടുകയും ചെയ്തു. മദ്രാസിക്ക് കിട്ടും, വധിച്ചില്ല അത് മാത്രം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടായി. അപ്പൊ ചരിത്രം പരിശോധിക്കുമ്പോൾ ജനനന്മ ഇച്ഛിച്ചുകൊണ്ടല്ല അവര് ചെയ്തിരുന്നത് പലരും. അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഇവർക്കൊക്കെ വന്നിട്ടുമുണ്ട്, ചരിത്രത്തിൽ ഇവർക്കൊക്കെയുണ്ട്. അതേ സ്ഥാനത്ത് ശക്തമ്പുരാന്റെ ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശക്തമ്പുരാൻ ചെറുക്കാൻ പറ്റാത്ത പടയോട് ചെന്ന് നയം പറഞ്ഞുകൊണ്ട് കപ്പം കൊടുക്കണമെങ്കിൽ കപ്പം കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ ടിപ്പു സുൽത്താനിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പം കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. ഹൈദരരെ വന്ന് ആക്രമിച്ച് പ്രശ്നം വരുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പോ ആളയച്ചു മൈസൂരിലേക്ക് കപ്പം കൊടുക്കാൻ തയ്യാറായി നിന്നതാണ്. അങ്ങനെയുള്ളത് കൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന കാലഘട്ടത്ത് ഇംഗ്ലീഷുകാര് എല്ലാവരെയും തോൽപ്പിച്ചു കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ടിപ്പുവിനെ വധിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ശക്തമ്പുരാന് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടി. അതേ സ്ഥാനത്ത് സാമൂതിരിക്ക് അദ്ദേഹത്തിന്റെ ഇത് നഷ്ടപ്പെട്ടു, മലബാർ ബ്രിട്ടീഷുകാരിയായി. അപ്പൊ അങ്ങനെയുള്ള ഇതുണ്ടായിട്ടുണ്ട്. ജനഹിതമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശക്തമ്പുരാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കായൽപാതകൾ പറഞ്ഞില്ലേ, ശക്തമ്പുരാൻ പ്രച്ഛന്ന വേഷനായിട്ട് പലപ്പോഴും അദ്ദേഹം ഈ ഇങ്ങനെയുള്ള കേവ് വഞ്ചികളിലൂടെ സഞ്ചരിക്കുമായിരുന്നു എന്നാ പറയുന്നത്. അന്നുണ്ടായിരുന്ന
തട്ടിപ്പ് അതുപോലെ തന്നെ കൊലകളും ഇതൊക്കെ ശരിക്കും മാറ്റാൻ വേണ്ടി ഇയാള് പ്രച്ഛന്നവേഷനായിട്ട് സാധാരണക്കാരനെ പോലെ ചെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ അവരെ വധിച്ചു കളയുമായിരുന്നു എന്ന് പറയുന്നത്. ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ അങ്ങനെ ചെയ്ത, അതുപോലെ തന്നെ ഇന്ന ആള് വലുത് ഇന്ന ആള് ചെറുത് എന്നുള്ളൊരു വിചാരമില്ലാത്ത വ്യക്തിയാണ് ശരിക്കും ശക്തമന്ത്രി. ഏത് കാര്യത്തിനെയും അദ്ദേഹം നന്മയിലൂടെ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ അത് നമ്പൂതിരിയാണ്, ഉയർന്ന ജാതിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരെ ശിക്ഷിക്കേണ്ടടുത്ത് അവിടെ വെച്ച് ശിക്ഷിക്കും. മുക്കാലി കെട്ടിയടിക്കണമെങ്കിൽ അവിടെ മുക്കാലി വെച്ച് മുക്കാലിയിൽ കെട്ടിയിട്ടടിക്കും. ഒരു ഇതും ചെയ്തിട്ടില്ല. അങ്ങനെ ജനോപകാരപ്രദമായിട്ട് രീതിയിൽ നടന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വിഭാവനാണ് ശരിക്കും പറഞ്ഞെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കാണുന്ന തൃശ്ശൂർ റൗണ്ട്. നേരത്തെ ഉദ്ഘാടക പറഞ്ഞതുപോലെ തന്നെ എത്രയോ മനോഹരമായിട്ടൊരു സ്ഥലമാണ്. ലോകത്തിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഒരു നഗരം, ആ നഗരം ഏറ്റവും ഉച്ചിയിൽ നിൽക്കുന്നു, അല്പം പോലും വെള്ളക്കെട്ട് വരില്ല. നമ്മൾ നോക്കണം അതിൻ്റെ ഇതൊക്കെ. ഇന്നത്തെ ഭരണാധികാരികളൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് അതൊക്കെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാതകൾ ഉണ്ടാക്കുന്നത്, ഇത് ഏറ്റവും ഉച്ചിയുള്ള പാതയിൽ നിന്ന് കായലോരത്തേക്ക് പെട്ടെന്ന് വെള്ളം ഇറങ്ങിപ്പോവും. തൃശ്ശൂർ ടൗണിലെ ഇന്ന് ഈ ഓടകളിലെ ക്ലീൻ ചെയ്യാതെ കണ്ട അഴുക്കുണ്ടെങ്കിൽ മാത്രമേ വെള്ളം നിൽക്കുള്ളൂ. പലപ്പോഴും എങ്ങനെയാണ് വളരെ കുറ്റികളും പഴയ ചാക്കും ഇതൊക്കെ അടഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ചു നേരം വെള്ളം കെട്ടുണ്ടാവുന്നില്ലാണ്ട് ശരിക്കും കാനകൾ ക്ലീൻ ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് വെള്ളം ഊർന്നു പോകും. അതുപോലെ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള ഒരു കൈവഴികൾ, ഓരോ സ്ഥലത്തേക്കും ചെന്നെത്താവുന്ന വഴികൾ, വളരെ വിശാലമായിട്ട് വളരെ ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്ലാനിംഗ് ആണ് തൃശ്ശൂർ നഗരം. അതൊക്കെ ജനനന്മ ഇച്ഛിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം, നിങ്ങളൊക്കെ പൂരത്തെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴും ഇപ്പൊ നമ്മള് വീഡിയോയിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പൂരം എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംഭവങ്ങൾ പൂരത്തിന്റെ സമയത്തുള്ളതാണ്. ഇപ്പൊ പൂരത്തിന്റെ നിദാനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. ഇപ്പൊ തൃശ്ശൂർ പൂരമാണെങ്കിലും കച്ചവടങ്ങളാണെങ്കിലും, കച്ചവടം എങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിന് ഇവിടെ അരണാട്ടുകര ഇതൊക്കെ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ അവസാനം ചെട്ടിയങ്ങാടിയിലേക്കും അരിയങ്ങാടിയിലേക്കും അതുപോലെ എരിഞ്ഞേരിയങ്ങാടിയിലേക്കും ഇതൊക്കെ ഇങ്ങനെ കച്ചവടം വ്യാപിച്ചപ്പോഴും ഓരോ സ്ഥലത്തും കച്ചവടങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ട് സുറിയാനി ക്രിസ്ത്യാനികളെയും ഉപരിയും കൊണ്ടുവന്നു. പട്ടന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പറവട്ടാനിയിൽ താമസിപ്പിച്ചു. ഇപ്പൊ പട്ടുപുസ്തകങ്ങളുടെ ഇതൊക്കെ വിൽപ്പനയ്ക്ക് എന്നും ആ ശൃംഖല പോകുന്ന ആ വഴിക്കാണ്. ശരിക്കും സുറിയാനി ക്രിസ്ത്യാനികളെ കച്ചവടം ഏൽപ്പിച്ചു. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? നന്നായിട്ട് നടക്കണം. തൃശ്ശൂരത്തെ ഇത് കൊച്ചിയിലെ മൊത്തത്തിലുള്ള ഈ കച്ചവടം അരനാട്ടിലെ മാർക്കറ്റിലൂടെ പോകുന്ന സമയത്ത് തരകൻ എന്ന് പറയുന്ന തൃശ്ശൂരത്തെ ഒരു ആളുണ്ടായിരുന്നു. അവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. തരകൻ എന്ന് പറയുന്നൊരു വീട്ടുകാരൻ്റെ, കാരണം ഈ കടവിന് തൊട്ടുള്ള ഒരു വീട്ടുകാരാണ് ശരിക്കും. അയാളാണ് ഇത് കംപ്ലീറ്റ് നിയന്ത്രിച്ചിരുന്നത്. പണ്ട് മുതലേ ഒരു എന്താ പറയുക, ഒരു സാമന്ത രാജാവ് പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അവരുടെ വംശം. അയാളുടെ ഇതിലേക്ക് ഒരു കടവ് വേറെയുണ്ട്, അയാളുടെ ഇതിലേക്ക് നേരിട്ടൊരു കടവ്, പിന്നെ മൊത്തം ഇതിലേക്ക് കടവിലേക്ക് വരുന്നൊരു ഭാഗം. അങ്ങനെയായിരുന്നു അന്നത്തെ കടവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യത്തിലും നിഷ്കർഷിക്കുകയും അവസാനം കൊച്ചിയിലേക്ക് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും വിദേശ രാജ്യങ്ങളിലുള്ളവര് കൂടുതൽ ലാഭം കൊയ്യായിരുന്നു. ഇത് കണ്ടറിഞ്ഞ് ശക്തൻ തമ്പുരാൻ പണ്ടികശാലകൾ വെച്ചു. സ്വന്തമായിട്ട് ഗവൺമെന്റ് പണ്ടികശാലകൾ, കുരുമുളക്, ഏലം, ഉപ്പ്, പുകയില പ്രധാന ഒരു കാര്യമായിരുന്നു അന്ന്. കാരണം അന്ന് പ്രായമുള്ളവരൊക്കെ ഇതുപോലെ തന്നെ വായയിൽ പുകയിലില്ലാത്തവരുണ്ടാവില്ല. അവർക്ക് അത് അന്നത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ പുകയില അന്നത്തെ പ്രധാന ഇതായിരുന്നു. പുകയിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആള് പണ്ടികശാല വെച്ച് കഴിഞ്ഞ് അവിടെ വിൽപ്പന നടത്തി. അതിന്റെ ലാഭം ഖജനാവിലേക്ക് കയറ്റി. അതുവരെ ഉണ്ടായിരുന്ന ഖജനാവിൽ നിന്ന് വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ നിയന്ത്രിച്ചിരുന്നത്. തൃശ്ശൂരത്തെ കച്ചവട ബന്ധങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഈ തരകൻ എന്ന് പറയുന്ന ആളാണ്. അവര് വൈദ്യന്മാരായിരുന്നു, എല്ലാ വൈദ്യന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇത് രാജാവിന് വരെ ശരിക്കും ഇത് വന്നപ്പോഴ് അവരുടെ പൂർവികരായിട്ടുള്ള ഒരു ഒരു ആളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരകനാണ് ശരിക്കും ഇദ്ദേഹത്തെ രക്ഷിച്ചത്. അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെങ്കിലും
കൊച്ചി രാജാവിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് കൊച്ചി രാജാവിന് പ്രായം വന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ അന്നത്തെ രാജാവ് സുഖല്യാതെ കണ്ട് കിടക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ആൾക്ക് എണീക്കാൻ പറ്റുന്നില്ല, ആകെ ഇതായിട്ട് ഇപ്പം മരിക്കുന്നുള്ള ലെവലിൽ ആള് എത്തിപ്പെട്ടപ്പോൾ തരകനെ വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അയച്ചു കഴിഞ്ഞ് തരകൻ വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ രാജാവ് അനങ്ങാൻ പറ്റാതെ കണ്ട് വീർപ്പൂട്ടിയാണ് ഇങ്ങനെ കെടുക്കുക, ഇപ്പം മരിക്കുന്ന ലെവലിൽ. അദ്ദേഹം വന്ന് 2 പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് പേര് ഇഞ്ചി പറിച്ചിട്ട് വാ, കുറച്ച് പേര് കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 2 വഴിക്കാൻ വിട്ടു. 2 ഇഞ്ചി പറിക്കാൻ പോയവര് കൈക്കൊട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചി തറത്തിൽ പോയിട്ടാണ് കൊത്തു തുടങ്ങി. കൊത്തണ ശബ്ദം കേട്ടാ വന്തപരം കേട്ടപ്പോ കുഴി വെട്ടി ഒടുങ്ങിയെന്ന് വിചാരിച്ചു. രാജാവിനുള്ള കുഴി വെട്ടി ഒടുങ്ങിയെന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര ബഹളായി. അവര് ഇഞ്ചി പറിക്കാനാ പോയിരുന്നത്. ഇയാൾ ഇഞ്ചി പറിച്ചു കൊണ്ടു ഇഞ്ചി നീരും ഉപ്പും കൂടിയിട്ട് അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ഇയാളുടെ രാജാവിൻ്റെ ചുണ്ടിലേക്ക് അങ്ങോട്ട് ഇട്ടിച്ചു കൊടുത്തു. നിമിഷങ്ങൾക്കകം രാജാവിന് ശരിക്കും പറഞ്ഞെങ്കിൽ രാജാവിൻ്റെ വയറ്റില് അഗ്നി നഷ്ടപ്പെട്ടതായിരുന്നു. നമ്മുടെ ശരീരത്തില് അഗ്നി എന്നുള്ള ഒരു വിഭാഗമുണ്ട്. ശരിക്കും നമുക്ക് ദഹനം നടക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്നി കെട്ടുപോകുക എന്ന് പറയില്ലേ, ആയുർവേദത്തിൽ അങ്ങനെ പറയും. അഗ്നി കെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല, അപ്പൊ നമുക്ക് വിശപ്പുണ്ടാവില്ല ഒന്നുണ്ട്. അഗ്നി കെട്ടതായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ രാജാവ് ഊർജ്ജസ്വലനായിട്ട് രാജാവ് എണീറ്റപ്പോൾ ഇദ്ദേഹത്തിന് ആ പ്രദേശത്തെ കുറേ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തു രാജാവ് അന്നത്തതിൽ. ഒരേ ആളുടെ ചെയ്തതിൻ്റെ നന്മയ്ക്കായിട്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്തു. ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ, പഴയ കോൾപ്പടവുകൾ, അതുപോലെ തന്നെ അരുനാട്ടുകരയുള്ള ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തിന് ചെയ്യുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അയാൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാട്ടത്തിന് കൊടുത്തു. പാട്ട നിയമം വന്നപ്പോൾ പാട്ടത്തിന് കൊടുത്തവരുടെ കയ്യിലായി ഈ സാധനങ്ങൾ കൊടുത്തു. ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലാതെ ഇപ്പൊ ആ ഇരിക്കുന്ന വീടും പറമ്പും മാത്രമേ തരകനുള്ളൂ. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനവിടെ പോയിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ രചനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. രാജാവിനെ രക്ഷിച്ചിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട്. അമ്പലവട്ടം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് അത് ശക്തൻ തമ്പുരാനാണെന്നാണ് പറഞ്ഞത്. ഒരു ശക്തൻ തമ്പുരാനല്ലായിരുന്നു. 1495 രാമഗിരി എന്ന് പറയുന്ന രാജാവിനെയാണ് ഈ തരകൻ രക്ഷിച്ചത്. ഇതുപോലെ തന്നെ സാമൂതിരിയുടെ ട്രാപ്പിൽ പെട്ടതാണ്. ആള് ചെന്ന് കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ ഒന്ന് വളയുക ചെയ്ത്. പെട്ടെന്ന് വളഞ്ഞു കഴിഞ്ഞ് ഇയാൾ മേൽത്തട്ടിലത്തെ ഇതിലേക്ക് അറയിലേക്ക് കയറിപ്പോയി അവിടെ വാതിലടച്ചിരുന്നു. ഒന്നുകിൽ തല്ലിപ്പൊളിച്ച് തുറക്കണം സാമൂതിരിക്ക്, അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതറിഞ്ഞിട്ട് ഭക്തപ്രിയം വന്നു എന്നുള്ളതാണ് ശരിക്കും പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായോന്ന് നമുക്കറിയാൻ പാടില്ല. വന്ന് അവിടുത്തെ നമ്പൂതിരിമാര് ശരിക്കും ഇതിട്ട് കഴിഞ്ഞ് നമ്മളുടെ വസ്ത്രം എടുത്ത് വരിയായിട്ട് ഇങ്ങനെ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ തിരുമേനിയിൽ ഞങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അത് പറ്റുമെങ്കിൽ സമ്മതിക്കുക. അപ്പോൾ സാമൂതിരിയോടെ നടയില തിരിക്കുകയാണ്, പൂമുഖത്തിരിക്കുകയാണ് ശരിക്കും നമ്മുടെ കൊട്ടാരത്തിൽ. അപ്പോൾ പറഞ്ഞു ആവാം, എണ്ണി വിടുക എന്ന് പറഞ്ഞു. ഇവരോടെ എല്ലാവരെയും എണ്ണീറ്റാണ് മുകളിലേക്ക് വിട്ടോളാം. രാജാവിനെ കഴിഞ്ഞ് ഇറക്കാലോ ഒപ്പം പോയിട്ട്. ഇവരങ്ങോട്ട് എണ്ണി 18 പേരെ എണ്ണി ഇങ്ങോട്ട് കയറിപ്പോയി. ഇയാളടക്കം എണ്ണിപ്പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് വസ്ത്രം മാറ്റി രാജാവിനെ ഇവരുടെ വസ്ത്രം എടുത്ത് ഉടുപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം രാജാവിനെ ഇറക്കി വരിയായിട്ട് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാമൂതിരി കാര്യം മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ രാജാവും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരിമാർക്കൊരു കാര്യമുണ്ട്, നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്താവും, ദേഷ്യം ഉണ്ടെങ്കിലും പല്ലുകൊണ്ട് കടിക്കുകയുള്ളൂ, വാളുകൊണ്ട് പ്രയോഗിക്കില്ല. അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അന്നുണ്ടായിരുന്നു. പല്ലിറങ്ങിയെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, ഇറക്കി വിട്ടൂലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് കോഴശ്ശേരി നമ്പൂതിരിയിലെ ഇല്ലത്ത് പോയിരുന്നു. അവിടെ നിന്ന് രാത്രി തരകം വന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. തരകനാണ് ശരിക്കും പറഞ്ഞത് കൊണ്ടുപോയി എന്നുള്ളത് അറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രത്തില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എഴുത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരു ക്രിസ്ത്യൻ മാപ്പിളയുടെ വീട്ടില് ആണ് രാജാവിരുന്നതെന്ന് പറയില്ല. അതുകൊണ്ട് രാജാവ് കോഴശ്ശേരി നമ്പൂതിരിയുടെ വീട്ടിലിരുന്നിട്ട് രാത്രി വന്നിട്ട് ഇല്ല കൊണ്ടുപോയതാണ്. ഈ തരകൻ എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായിട്ട്
അയോധനകലയും അതുപോലെ തന്നെ കംപ്ലീറ്റ് പടയാളികളുള്ള വ്യക്തിയായിരുന്നു. ആ പ്രദേശം മുഴുവൻ ആ ഇതിലൊക്കെ അദ്ദേഹം തന്നെയാണ് ഭരിച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും. നല്ല വൈദ്യനുമായിരുന്നു. ജീവൻ രക്ഷാമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള നല്ല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുന്ന ആളായിരുന്നു. കരുനാട്ടിക്കരയുടെ ഒരു പ്രദേശം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ആ ഇതിന് മുഴുവനൊക്കെയാണ് ലാലൂര് വരെ ശരിക്കും ഇയാളുടെ സ്ഥലങ്ങളായിരുന്നു. ലാലൂര് അന്ന് ഇന്ന് പറയുന്ന ലാലൂരല്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമ, അതുപോലെ തന്നെ ജോൺ മത്തായി സെന്റർ ഒക്കെ ഉണ്ട് അന്നത്തെ. ജോൺ മത്തായി സെന്റർ അത് വേറെ കാര്യം പറയാനുള്ളതാണ്. ശരിക്കും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്ന, കേരളത്തിലത്തെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടിയായിരുന്ന ആളാണ് ജോൺ മത്തായി. അദ്ദേഹം താമസക്കാരനായിട്ടായിരുന്നു. അദ്ദേഹം വന്നിരുന്നത് ഇതുപോലെ തന്നെ ഈ കായൽപ്പരപ്പിലൂടെയുള്ള ചാലിലൂടെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇതിലേക്ക് ഒരു ഡൈവേർഷൻ ഇതുണ്ട്. അതിൽ ബോട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ബോട്ട് കയറി പോവാണ് ചെയ്യുക. അല്ലാണ്ട് ഇദ്ദേഹം കാറിലല്ല വരിക. ഇദ്ദേഹം കാറിൽ വന്നിരുന്നെങ്കിൽ അരുനാട്ടിര പ്രദേശങ്ങളും തൃശ്ശൂർ അതൊക്കെ ഹൈവേ പോയത്. കാരണം അന്ന് മന്ത്രി ആയതുകൊണ്ട് അന്നൊക്കെ റോഡുകൾ ശരിയായാണ്, അതുണ്ടായില്ല. ഇദ്ദേഹം ബോട്ട് വഴിക്കായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങൾ മുഴുവൻ ആ ജോൺ മത്തായി സെന്ററും ലാലൂരും ഇത് പ്രദേശങ്ങൾ മുഴുവൻ പണ്ട് കാലത്ത് കംപ്ലീറ്റ് ഇല്ലിക്കാടുകളായിരുന്നു, മുളങ്കാടുകൾ. പട്ട്ളങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പട്ട്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കൃതത്തിലെ അർത്ഥം മുള എന്നാണ്. അപ്പൊ ഈ മുള ഉള്ള കാടുകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. പലരും ഇപ്പോൾ പലതിനെ പറ്റിയിട്ടൊക്കെ പുസ്തകങ്ങളിൽ പലതും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേസ്റ്റ് ലാൻഡ് ആയിരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് തൃശ്ശൂർ ലാലൂര് ശവക്കോട്ടയും അതുപോലെ തന്നെ ട്രഞ്ചിങ് ഗ്രൗണ്ടൊക്കെ മുനിസിപ്പാലിറ്റി ചെയ്തത്. പിന്നീട് പ്രശ്നമായതൊക്കെ നിങ്ങൾക്ക് അറിയാം. ചരിത്രത്തിലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും. അന്ന് കാലത്ത് ഇതായിരുന്നു. നമ്മുടെ അപ്പനമ്പുരാന്റെ പുസ്തകത്തിലെ മുള്ളുമുരടും ഓർക്കൻ പാമ്പും കല്ലുകരട് കാഞ്ഞിര കിട്ടിയിരുന്ന ഒരു പ്രയോഗമുണ്ട്. വളരെ അർത്ഥവത്തായിരുന്ന സ്ഥലമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുനാട്ടുകര. എല്ലായിടത്തും ഇതുപോലെ മുരട് മൂർക്കം പാമ്പ് എവിടെ നോക്കിയാലും കാണാം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തില്, ഞാൻ അരുനാട്ടർ സ്വദേശിയാണ്. അരുനാട്ടര വീട്ടില് പട്ടി വരച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാന്തരം പുല്ലാനി മൂർക്കന്മാരുണ്ടായി. തൃശ്ശൂര് മുഴുവൻ പാമ്പായിരുന്നു. തൃശ്ശൂർ നഗരം മുഴുവൻ പാമ്പായിരുന്നു. തൃശ്ശൂർ നഗരം മാത്രമല്ല, നമ്മുടെ കേരള ഇതിൽ പറയുന്നത് പരശുരാമൻ നമ്മുടെ ഇതിന് വീണ്ടെടുത്തതിന് ശേഷം കേരളത്തിന്റെ ഒരു താമസം തുടങ്ങാൻ നോക്കിയപ്പോ 2 പ്രശ്നങ്ങളാണ് വന്നത്. ഒന്ന് പാമ്പുകള്, മറ്റൊന്ന് ഊരുവെള്ളം. ഊരുവെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം. അതിനെതിരെയാണ് പിന്നീട് തപസ് ചെയ്തിട്ട് അതിൽ നിന്ന് മോചനം നേടിയത്. ആ പാമ്പ് ഉണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ്. ശരിക്ക് എല്ലായിടത്തും പാമ്പുകളായിരുന്നു. ഇപ്പൊ അരുനാട്ടിര തൃശ്ശൂർ തൃശ്ശൂരില് റൗണ്ട് ചുറ്റിയിട്ട് അന്നുണ്ടായിരുന്ന വഴികളൊക്കെ വളരെ കൈവഴികളായിരുന്നു. എല്ലാവർക്കും കൈവഴികളായിരുന്നു. അവിടെ ഇപ്പൊ നമ്മളുടെ ബിനി ടൂറിസ്റ്റ് ഹോമൊക്കെ നിൽക്കണതിന്റെ ഇതില്ലേ, വടക്കേശാലിലേക്ക് പോണ ആ വഴിയിലെ അവസ്ഥ ഉണ്ടായിരുന്ന പള്ളിത്താമം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ശരിക്കും പൂക്കളൊക്കെ വളർത്തിയിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം മുഴുവൻ ഇങ്ങനെ വളച്ചു കിട്ടിയിരുന്നു. അതിലൊന്നും കടന്നു പോകാൻ ആൾക്കാർക്ക് പറ്റുമായിരുന്നില്ല. കാരണം നിറയെ പാമ്പുകളായിരിക്കും. കൈവഴികളിൽ മുഴുവൻ ചെറിയ ചെറിയ വഴികളായിരുന്നു മുഴുവൻ. അതൊക്കെ മാറ്റി വിശാലമായിട്ട് ഒരു ഇന്നത്തെ നഗരം കാണുന്ന പോലെ ചെയ്ത് ശക്തനമ്പുരാന്റെ ആ വിഭാവന ശക്തി തന്നെയാണ്, അദ്ദേഹത്തിന്റെ നന്മ തന്നെയാണെന്ന് ഞാൻ പറയും. ഇനി കൂടുതലും കച്ചവട ബന്ധങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന കച്ചവട കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതില് ഓരോ കാലഘട്ടത്തും സമയം ഉണ്ടാവും. അന്ന് കാലത്തുണ്ടായിരുന്ന പഴയ രചനകളിലും പഴയ ചരിത്ര പുസ്തകങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പിക്ചർ കിട്ടില്ല. പഴമയിലേക്ക് പോകുമ്പോൾ ശരിയായിട്ടുള്ള പിക്ചർ കിട്ടില്ല. തൃശ്ശൂരിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വളരെ കുറച്ച് പുസ്തകങ്ങളെ നമുക്ക് ഇന്ന് വായിക്കാനുള്ളൂ. തേഴത്ത് രാമൻ മേനോൻ കുറച്ച് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ടച്ച് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിൽ എഴുതി പോയിട്ടുണ്ട്. ശക്തനമ്പുരാൻ ഒരു ആഖ്യായികയാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള നിറവേദങ്ങളോട് അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്.
VVK വാനത്ത് സ്ഥലനാമങ്ങളെ കുറിച്ചിട്ട് കുറെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തൃശ്ശൂരിന്റെ പഴയ ചരിത്രത്തിലേക്ക് കടന്നുപോയിട്ടില്ല. 12ാം നൂറ്റാണ്ട് തൊട്ട് പിന്നോട്ട് ഒട്ടും പോയിട്ടില്ല തൃശ്ശൂരിന്റെ ചരിത്രം. അങ്ങനെയുള്ള ചരിത്ര നിർമ്മിതിയാണ് നമുക്ക് വേണ്ടത്. ശരിക്കും കൂടുതൽ പിറകിലോട്ട് നമ്മൾ പോകണം. പിറകിലോട്ട് പോകുമ്പോഴാണ് പണ്ടത്തെ കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയും. ഇന്ന് കാലഘട്ടത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് പല പല ചരിത്രത്തിന്റെ പല കാര്യങ്ങളിലും നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട് ശരിക്കും. അതായത് ഇവിടെ നമ്പൂതിരിമാരുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്ന് പറയുന്ന VVK വാനത്തിന്റെ റെഫറൻസ് ഉണ്ട്. കരുനാട്ടുകര പ്രദേശം മുഴുവൻ നമ്പൂതിരിമാരെ കൊണ്ട് നിറഞ്ഞിരുന്നത്. 15ാം നൂറ്റാണ്ടില് 1495 ഈ തരകൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് മുതലേ അങ്ങനെയുള്ളൊരു ആവാസ കേന്ദ്രം ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പോ പലരും സങ്കേതങ്ങളുടെ സ്ഥലങ്ങളായിട്ടുള്ള പല ക്ഷേത്ര സങ്കേതങ്ങളുടെ പല സ്ഥലങ്ങളും ഈ ഇതുപോലെ തന്നെ ഇന്ന ആൾക്കാർ വസിച്ചിരുന്നു എന്ന് പറയുന്നത് ഇവരൊക്കെ കൈമാറ്റം ചെയ്തിട്ടുള്ളൂ. ശരിയായിട്ട് താമസം പോലില്ല. അതുകൊണ്ട് തന്നെ അരനാട്ടുകരയുടെയൊക്കെ ആ സ്ഥലനാമത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലോ ഒന്നും അങ്ങനെയുള്ളൊരു നമ്പൂതിരി ഇല്ലങ്ങളൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ ഉണ്ട്, നെടുപുഴയുണ്ട്, അയ്യന്തോളുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ളതുണ്ട്. അപ്പോൾ പലതും നമ്മൾ ചരിത്രത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതുപോലെ തന്നെ പഴയ ചരിത്രങ്ങൾ. ഇപ്പൊ നമ്മുടെ സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും. ലോകത്ത് ആദ്യമായിട്ട് ഇരുമ്പ് യുഗം ഉണ്ടാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. വളരെ പ്രസക്തമായിട്ടുള്ള ചരിത്ര ഭാഗമാണത്. ഇരുമ്പ് യുഗം ആദ്യമായിട്ട് ലോകത്തിലുണ്ടായിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. ശരിയാണത്. വെറുതെ കണ്ണടച്ചിട്ട് പൊളിറ്റീഷ്യന്മാര് പറയുമ്പോൾ പറഞ്ഞ വാക്കല്ല അത്. ഇന്റർനാഷണൽ ലാബില് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ശരിക്കും. അതായത് ഒരു ഇരുമ്പിന്റെ പഴക്കം എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാവുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. അത് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള അതിന്റെ ഇതാണ് പറഞ്ഞത് 3345 വർഷം പഴക്കാണെന്ന് പറഞ്ഞത് ഇതിന്റെ ഇന്നത്തെ ഇതിൽ വെച്ചിട്ട്. ക്രിസ്തുവിന് മുമ്പ് ശേഷം പറയുകയാണെങ്കിൽ BC അത്രയും പഴക്കത്തില് ഇതുണ്ട്. അന്ന് പുറം രാജ്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞില്ലേ നേരത്തെ റോമാ സാമ്രാജ്യം, അങ്ങനെയുള്ള ഈജിപ്ഷ്യൻ ആ സംസ്കാരത്തിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണ നാണയങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളി നാണയങ്ങളുണ്ട്. ഇരുമ്പില്ല. ഇരുമ്പ് വന്നപ്പോഴാണ് റിജിഡിറ്റി വന്നത്. ആയുധങ്ങൾക്ക് ശക്തി വന്നത് ഇരുമ്പ് വന്നപ്പോഴാണ്. അലോയ്സ് പലതും വന്നത് ഇരുമ്പ് വന്നപ്പോഴാണ്. ഫെറം വന്നപ്പോഴാണ് ശരിക്കും വേണമെങ്കിൽ പല ഇതിന്റെ മുഖം തന്നെ മാറിപ്പോയത്. പ്രത്യേകിച്ച് അയോധന ഇതിലൊക്കെ ശരിക്കും വേണമെങ്കിൽ മാറ്റങ്ങൾ വന്നത് ഇരുമ്പിന്റെ കണ്ടുപിടുത്തമാണ്. അത് തമിഴ്നാട്ടിലാണെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചരിത്രത്തിന്റെ ഉള്ളേടുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ടെടുക്കലാണ് ശരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഓരോ ഇതിന്റെ ഭാഗങ്ങള് നമ്മൾ അങ്ങനെ കണ്ടെടുക്കാൻ കഴിയണം. നമുക്ക് ഓരോ ഇതുകളും നമ്മൾ തേടി കണ്ടെത്തണം. പലതും വിസ്മൃതമായി പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് ചരിത്രത്തിൻ്റെതായിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു പഴമൊഴി തന്നെ എടുത്താൽ തന്നെ പഴമൊഴികളിലൊക്കെ എന്തെങ്കിലും ഒരു അംശമില്ലാതെ കണ്ട് അങ്ങനെയുള്ള ഒരു പഴമൊഴി പോലും ഉണ്ടാവില്ല. ഒരു പാട്ട് പോലും ഉണ്ടാവില്ല. ആ പാട്ടിലും എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. അതിനെ പറ്റി ഇപ്പൊ പാണന്മാര് പഴയ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാജറേഷൻ സിസ്റ്റം പോലെയുണ്ട്. പക്ഷെ അതില് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെ മറ നീക്കി പുറത്തെടുത്താലാണ് ശരിയായിട്ടുള്ള ചരിത്രം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ തൃശ്ശൂരിന്റെ ഈ വൃത്താന്തം നമ്മൾ എഴുതി ചേർക്കുമ്പോൾ ഇതുപോലെയുള്ള പിന്നിലേക്ക് പോയിട്ടുള്ള ചരിത്രങ്ങളും കൂടെ എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്